ശാസ്ത്രലോകം. ഇന്ന് ശാസ്ത്രലോകത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗം നമ്മെ ഇരുട്ടിലേക്ക് നയിക്കുമോ? സംസ്ഥാന ദുരന്ത നിവാരണ കേന്ദ്രം മുൻ മേധാവി ഡോക്ടർ താര KG നടത്തുന്ന പ്രഭാഷണം കേൾക്കാം. ഇന്ന് രാവിലെ നിങ്ങളിൽ എത്ര പേർക്ക് വാട്സാപ്പിൽ ഗുഡ് മോർണിംഗ് മെസ്സേജ് കിട്ടി? ഇന്നലെ രാത്രി ഉറങ്ങാൻ നേരത്ത് ചുരുങ്ങിയത് 2 ഗ്രൂപ്പിൽ നിന്നെങ്കിലും ഗുഡ് നൈറ്റ് മെസ്സേജും കിട്ടിക്കാണും. ചുമ്മാതെ അയക്കട്ടെന്നേ, പൈസയൊന്നും കൊടുക്കണ്ടല്ലോ എന്നാണ് വിചാരമെങ്കിൽ തെറ്റിപ്പോയി. വലിയ വിലയാണ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. വിശദമായി തന്നെ പറയാം. നമുക്ക് എല്ലാറ്റിനും വൈദ്യുതി അഥവാ ഇലക്ട്രിസിറ്റി വേണമല്ലോ. പഠിക്കാൻ, പിന്നെ TV കാണാൻ, റേഡിയോ കേൾക്കാൻ, അടുക്കളയിലെ മിക്സി പ്രവർത്തിപ്പിക്കാൻ, എന്തിന് കൊതുകിനെ കൊല്ലാൻ വരെ ബാറ്റ് ചാർജ് ചെയ്യണമെങ്കിൽ ഇലക്ട്രിസിറ്റി വേണമെന്നായിരിക്കുന്നു. പോരാത്തതിന് ഇപ്പോൾ ഇലക്ട്രിക് കാറുകളും മാർക്കറ്റിലുണ്ട്. 2021 ലോകമാകമാനം വേണ്ടി വന്നത് എത്ര വൈദ്യുതിയാണെന്നറിയാമോ? 1000 ടെറാവാട്ട് അവർ. TWH എന്നാണ് ആ യൂണിറ്റിനെ പറയുന്നത്. 1 ടെറാവാട്ട് എന്നാൽ ഏകദേശം 10,000 ലക്ഷം കോടി വാട്ട്സ്, അത്രയാണ്. അപ്പോൾ 2030 ആവുമ്പോഴേക്കും ഈ വൈദ്യുതി ഉപയോഗം ഇതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയാകും. മൊത്തം നമ്മുടെ ഇലക്ട്രിസിറ്റി എത്ര ഉൽപ്പാദിപ്പിക്കുന്നോ അതിൻ്റെ 32% ഇനി ഒരു 4 കൊല്ലം കൂടി കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? അത് സോഷ്യൽ മീഡിയകളാണ്. വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും റീലുകളും ഒന്നും ഇല്ലാതെ മനുഷ്യന് ഇപ്പോൾ തന്നെ ജീവിക്കാൻ പറ്റില്ല എന്ന സ്ഥിതിയാണ്. അപ്പോൾ കുറച്ച് വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? സോഷ്യൽ മീഡിയ ഉപയോഗം കഴിഞ്ഞ് ബാക്കിയുള്ള ഇലക്ട്രിസിറ്റി മാത്രമേ നമുക്ക് മറ്റാവശ്യങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇതൊന്നിനും തികയുകയുമില്ല. അപ്പോൾ ഈ സ്വർണത്തിൻ്റെ വില കൂടിയതുപോലെ ഇലക്ട്രിസിറ്റിക്കും വലിയ തോതിൽ വില ഉയരും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സോഷ്യൽ മീഡിയയിലൂടെ ആവശ്യമില്ലാത്ത മെസ്സേജുകൾ, ചിത്രങ്ങൾ എന്നിവ അയക്കാതിരിക്കണം. അത്യാവശ്യത്തിന് മാത്രം മെസ്സേജും മറ്റും അയച്ചാൽ മതി. കാരണം നമ്മൾ ഫേസ്ബുക്കിലും ഇമെയിലും ഫോണിലും മറ്റും അയക്കുന്ന മെസ്സേജുകൾ, ചിത്രങ്ങൾ എന്നിവ ചുമ്മാതെ അങ്ങനെ അന്തരീക്ഷത്തിൽ പോയി മാഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്. ഇവ പല പല സ്ഥലങ്ങളിൽ വലിയ വലിയ കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഡേറ്റാ സെൻറ്ററുകളിൽ, കമ്പ്യൂട്ടറുകളിൽ, സെർവറുകളിൽ ഒക്കെ ശേഖരിച്ച് വയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരാൾക്ക് കത്തയക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ എഴുതുന്ന കത്ത് അതാത് പോസ്റ്റ് ഓഫീസിൽ ചെല്ലുന്നു. അവിടെ നിന്ന് അത് മേൽവിലാസക്കാരൻ എവിടെയാണോ ആ പോസ്റ്റ് ഓഫീസിൽ ചെന്നെത്തുന്നു. പിന്നീട് പോസ്റ്റ്മാൻ ഇത് വീട്ടിൽ കൊണ്ടുചെന്ന് കൊടുക്കുന്നു. അതുപോലെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ അയക്കുന്ന മെസ്സേജുകളും ചിത്രങ്ങളും പല പല കേന്ദ്രങ്ങളിൽ ശേഖരിച്ച് വയ്ക്കപ്പെടുന്നുണ്ട്. ഇവ പോസ്റ്റ് ഓഫീസുകൾ പോലെ ചെറിയ കെട്ടിടങ്ങളല്ല എന്നതാണ് പ്രധാനം. ഉദാഹരണമായിട്ട് അമേരിക്കയിലെ കാലിഫോർണിയയിൽ ഇത്തരം ഒരു ഡേറ്റാ സെൻറ്റർ ഉണ്ട്. ഒരുപാട് ഡേറ്റാ സെൻറ്ററുകളുണ്ട്. അതിലെ ഒരു ഡേറ്റാ സെൻറ്റർ, അതിൻ്റെ വിസ്തീർണം എത്രയെന്നറിയാമോ? 9,60,000 ചതുരശ്ര അടി. വാട്സാപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഇവയുടെ എല്ലാം ഉടമസ്ഥത മെറ്റാ പ്ലാറ്റ്ഫോം എന്ന പ്രൈവറ്റ് കമ്പനിക്കാണ്. ഈ കമ്പനിക്ക് ഇതുപോലെ 24 ഡേറ്റാ സെൻറ്ററുകൾ ലോകമാകമാനമുണ്ട്. ഈ ഫേസ്ബുക്കിൻ്റെ ഒരു ഡേറ്റാ സെൻറ്റർ അമേരിക്കയിലെ പ്രൈൻ വില്ലെ എന്ന സ്ഥലത്തുണ്ട്. അതിൻ്റെ വിസ്തീർണം എത്രയാണെന്നറിയാമോ? 92 ഏക്കർ. 2023 ഈ ഒരു സെൻറ്റർ മാത്രം എത്ര വൈദ്യുതിയാണ് ഉപയോഗിച്ചത്? 1,40,75,435 മെഗാവാട്ട് വൈദ്യുതി. കേട്ടാൽ തന്നെ നമ്മൾ അന്തം വിട്ടുപോകുന്ന യൂണിറ്റാണിത്. ലോകത്ത് ഏകദേശം 830 കോടി ജനങ്ങൾ ഉണ്ടെന്നാണ് കണക്ക്. അതിൽ 300 കോടിയിൽ പരം ആളുകൾ ഇത്തരം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. ഒരു ദിവസം ഏകദേശം 4,000 കോടി മെസ്സേജുകളാണ് നമ്മൾ തലങ്ങും വിലങ്ങും അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏകദേശം 1,800 കോടി മെസ്സേജുകൾ എങ്കിലും ശേഖരിച്ച് വെക്കപ്പെടുന്നുണ്ട്. മെസ്സേജുകളുടെ എണ്ണം, പിന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരുടെ എണ്ണം, ഇതെല്ലാം കൂടി വരുന്നത് കൊണ്ട് ഇനിയും 9 ഡേറ്റാ സെൻറ്ററുകളെങ്കിലും വേണ്ടി വരുമെന്നാണ് ഫേസ്ബുക്ക് മാത്രം പറയുന്നത്. അതിന് എത്ര ഭൂമി കയ്യേറേണ്ടി വരുമെന്ന് കൂടി നമ്മൾ ആലോചിക്കണമല്ലോ. ഏറ്റവും കൂടുതൽ ആളുകൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന രാജ്യം ഏതാണെന്നറിയാമോ? നമ്മുടെ രാജ്യമാണ് ഇന്ത്യ.
രണ്ടാമത് ബ്രസീലാണ്, മൂന്നാമത് ഇന്തോനേഷ്യയാണ്. എന്നാൽ ചൈന ജനസംഖ്യയിൽ നമ്മുടെ ഏകദേശം അടുത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അവിടെ ഈ ഫേസ്ബുക്ക് ഉണ്ടോ വാട്സാപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. 2009 അവർ ഫേസ്ബുക്ക് നിരോധിച്ചു, 2017 വാട്സാപ്പും നിരോധിച്ചു. എന്നിട്ട് അവർക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയതായി നമുക്കറിയാമോ? അറിഞ്ഞുകൂടാ. ഇന്ത്യയിലാകട്ടെ ഈ ഉപയോഗം കൂടി വരുന്നതല്ലാതെ കുറയുന്നുമില്ല. എല്ലാവരും ഏത് സമയവും ഫോണിലാണ്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിൽ നമ്മൾ ജനിച്ചപ്പോൾ മുതലുള്ള എല്ലാ ഫോട്ടോകളും കാണാം. ഇന്ന് രാവിലെ കഴിച്ച ദോശയുടെ പടം, കുട്ടിയെ വഴക്ക് പറയുമ്പോൾ അവർ കരയുന്ന വീഡിയോ, പൂച്ച വാല് വെക്കുന്ന വീഡിയോ, ഇങ്ങനെ 100,000 വീഡിയോയും റീലുകളുമാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. നമ്മൾ ഇത്തരം മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ഏത് ചിത്രവും ഏത് മെസ്സേജും ഏത് അർദ്ധരാത്രിയിൽ ചോദിച്ചാലും അതാത് സെർവറുകൾ വീണ്ടും എടുത്തു തരും. ഇതെങ്ങനെയാണ് സാധ്യമാവുന്നത്? 365 ദിവസവും 24 മണിക്കൂറും സദാസമയവും ഇവ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് അതിന് കാരണം. ഏതെങ്കിലും ഇലക്ട്രിക് ഉപകരണം, അത് റേഡിയോ അല്ലെങ്കിൽ മിക്സി ആകട്ടെ, ഇത് 2-3 മണിക്കൂർ തുടർച്ചയായി പ്രവർത്തിപ്പിച്ചാൽ എന്തു പറ്റും? അതിൻ്റെ മോട്ടോർ ചൂടാവും. അതുപോലെ ആണ് ഈ മെസ്സേജുകളും ചിത്രങ്ങളും മറ്റും ശേഖരിച്ച് വെച്ചിരിക്കുന്ന സെർവറുകളുടെ കാര്യം. ഈ ചൂടിങ്ങനെ കൂടി വരുമ്പോൾ ചിലപ്പോൾ തീപിടുത്തത്തിന് കാരണമാകും, അല്ലെങ്കിൽ ഉപകരണം കേടാവും. അപ്പോൾ ഇവ തണുപ്പിക്കണം. അതിനെവിടെ നിന്നാണ് വെള്ളം കിട്ടുന്നത്? നമ്മുടെ ഭൂമിയിൽ ലഭ്യമായ വെള്ളം തന്നെയാണ് ഇതിനും ഉപയോഗിക്കുന്നത്. ഫേസ്ബുക്കിൻ്റെ ഡേറ്റാ സെൻറ്ററുകൾ മാത്രം തണുപ്പിക്കാൻ ഏകദേശം 550 ഏക്കർ അടി വെള്ളം വേണ്ടി വരുമെന്നാണ് കണക്കുകൾ. 550 ഏക്കർ അടി വെള്ളം എന്ന് വെച്ചാൽ 1 ഏക്കർ ഭൂമിയിൽ 1 അടി പൊക്കത്തിൽ വെള്ളം നിറയ്ക്കാൻ എത്ര വെള്ളം വേണം എന്നതിൻ്റെ കണക്കാണ്. അങ്ങനെ 550 ഏക്കർ അടി വെള്ളം 1 വർഷം വേണ്ടി വരും. അത് ഫേസ്ബുക്കിൻ്റെ ഒരു ഡേറ്റാ സെൻറ്ററിൻ്റെ മാത്രം കണക്കാണ് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പും ഇമെയിലും എല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ ഇതിലും എത്രയോ ഇരട്ടി വെള്ളമായിരിക്കും വേണ്ടി വരുന്നത്. ഈ ലോകത്ത് ഏകദേശം 7,850 ലക്ഷം ആളുകൾക്ക് കുടിക്കാൻ പോലും വെള്ളം കിട്ടുന്നില്ല. 1,440 ലക്ഷം ആളുകൾ മലിനജലം, അതായത് വൃത്തികെട്ട വെള്ളം കുടിച്ചാണ് ജീവിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് അല്ലെങ്കിൽ അറിയുമ്പോഴാണ് ഈ അമൂല്യമായ വെള്ളം നമ്മളെല്ലാം കാരണം നഷ്ടപ്പെട്ടു പോകുന്നല്ലോ എന്ന ആധി നമുക്ക് ഉണ്ടാവുന്നത്. ഇതിനൊക്കെ പുറമെ പലയിടത്തും കൃഷിഭൂമിയാണ് ഇത്തരം ഡേറ്റാ സെൻറ്ററുകൾ പണിയാനായി ഉപയോഗിക്കുന്നത്. അമേരിക്കയിലെ കാലിഫോർണിയയിൽ $800 മില്യൺ മുതൽ മുടക്കിൽ 7,15,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഒരു ഡേറ്റാ സെൻറ്റർ പണിയാൻ പോകുന്നുണ്ട്. അത് മിസിസിപ്പി നദിയുടെ അടുത്താണ്. ഇത് കണ്ണായ കൃഷിഭൂമിയായിരുന്നു. ഇനി അടുത്തത് വേറൊരു ഡേറ്റാ സെൻറ്റർ $10 ബില്യൺ ചെലവിട്ട്, 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയാണ്, ചെലവിട്ട് 2,250 ഏക്കർ വിസ്തീർണത്തിൽ ലൂയിസിയാന എന്ന് പറയുന്ന പ്രവിശ്യയിൽ, അതും അമേരിക്കയിലെ തന്നെയാണ്, അവിടെ ഒരു ഡേറ്റാ സെൻറ്ററും പണിയാനായിട്ട് വിചാരിക്കുന്നുണ്ട്. അത് മിസിസിപ്പി നദിയുടെ പടിഞ്ഞാറ് ഭാഗത്താണ്. ഇവിടെ മുൻപ് എന്താണ് കൃഷി ചെയ്തിരുന്നത്? ചോളം, കരിമ്പ്, സോയാബീൻസ്, ഇതൊക്കെ കൃഷി ചെയ്തിരുന്ന സ്ഥലമായിരുന്നു. ഇങ്ങനെ മുഖ്യമായും കരിമ്പ് കൃഷി ചെയ്തിരുന്ന കൃഷിഭൂമി ഡേറ്റാ സെൻറ്ററായി മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും? അവർക്ക് ആവശ്യമുള്ള, അതായത് രാജ്യത്തിന് ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കൾ പുറത്തു നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടി വരും. ഇപ്പോൾ അമേരിക്ക കരിമ്പ് കൃഷിപ്പാടങ്ങൾ ഡേറ്റാ സെൻറ്ററിനായിട്ട് മാറ്റുമ്പോൾ അവരിപ്പം മെക്സിക്കോയിൽ നിന്നും ബ്രസീലിൽ നിന്നും 4 മില്യൺ മെട്രിക് ടൺ കരിമ്പ് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിലും ഒരു ഡേറ്റാ സെൻറ്റർ വരുന്നുണ്ട് കേട്ടോ. വിശാഖപട്ടണത്തിൽ 15,266 കോടി രൂപ മുതൽ മുടക്കിൽ 601 ഏക്കർ കൃഷിഭൂമിയിൽ ഒരു ഡേറ്റാ സെൻറ്റർ വരുന്നുണ്ട്. 2030 ഇത് സ്ഥാപിതമാവും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനി 4 കൊല്ലം കൂടി കഴിയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? മനുഷ്യർക്ക് പകരം യന്ത്രങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്ന ഡേറ്റാ സെൻറ്ററുകൾ വരും. നമ്മൾ ഉണ്ടാക്കുന്ന വൈദ്യുതിയുടെ 64% ഇത്തരം ഡേറ്റാ സെൻറ്ററുകൾ പ്രവർത്തിപ്പിക്കാൻ അന്ന് വേണ്ടി വരും എന്നാണ് സൂചനകൾ. ഇതെല്ലാം വലിയ ഒരു ഊർജ പ്രതിസന്ധിയിലാണ് നമ്മളെ കൊണ്ടെത്തിക്കാൻ പോകുന്നത്.
കൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക്, കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ്, ടെലിവിഷൻ, മൊബൈൽ ഫോണുകൾ തുടങ്ങിയ എല്ലാ വിവരവിനിമയ സൗകര്യങ്ങളും വലിയ തോതിൽ കാർബൺ പുറന്തള്ളുന്നുണ്ട്. ലോകത്താകെയുള്ള എല്ലാ വിമാനങ്ങളും പുറന്തള്ളുന്ന കാർബണിൻ്റെ അളവ് എത്രയുണ്ടോ അത്രയും അളവ് കാർബൺ ഈ ഇൻ്റർനെറ്റും മൊബൈൽ ഫോണും ഒക്കെ കൂടി പുറന്തള്ളുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കാർബൺ പുറന്തള്ളുമ്പോൾ ഭൂമിയുടെ ചൂട് കൂടി വരുമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാമല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഓണത്തിനും വിഷുവിനും പെരുന്നാളിനും ക്രിസ്മസിനും ഒക്കെ ആശംസകൾ അയക്കുമ്പോൾ ഒരു ചെറിയ കരുതൽ വേണം. അനിയന്ത്രിതമായ ഉപയോഗം നമ്മളെ ഇരുട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാവണം. മെസ്സേജുകൾ ആവശ്യത്തിന് ഫോർവേഡ് ചെയ്താൽ മതിയാകും. ചിത്രങ്ങളും ഇമോജികളും അടങ്ങിയ മെസ്സേജുകൾ ശേഖരിച്ചു വെക്കാൻ ഒരുപാട് സ്ഥലം വേണം. സാധാരണ മെസ്സേജിനേക്കാളും കൂടുതൽ വൈദ്യുതിയും ഇതിനു വേണ്ടി ചിലവാകും. അതുകൊണ്ട് ചിത്രങ്ങൾ അടങ്ങിയ മെസ്സേജുകൾ കഴിവതും ഒഴിവാക്കണം. ഈ കണിക്കൊന്നയുടെ പടം ഇല്ലെങ്കിലും വിഷുവിന് ഒരു ഹാപ്പി വിഷു അല്ലെങ്കിൽ നല്ല വിഷു ആശംസിക്കുന്നു എന്നൊരു വാചകം മാത്രം അയച്ചാൽ മതിയാകുമല്ലോ. അങ്ങനെ അയക്കുന്ന മെസ്സേജിന് ഒരു കുറവും വരികയില്ലല്ലോ. നല്ല ക്രിസ്മസ് ആശംസിക്കുന്നു, നല്ല പെരുന്നാൾ ആശംസിക്കുന്നു, ഇത്രയും മതിയാകും. രാവിലെ ഒരു ഗുഡ് മോർണിംഗ്, പിന്നെ ഉച്ച തിരിയുമ്പോൾ ഒരു ഗുഡ് ആഫ്റ്റർനൂൺ, രാത്രി ഒരു ഗുഡ് നൈറ്റ്. ഇതൊന്നും ഇല്ലെങ്കിലും രാവിലെ സൂര്യൻ ഉദിക്കും, വൈകുന്നേരം അസ്തമിക്കും, നേരം വെളുക്കുകയും രാത്രി വരികയും ചെയ്യും. അപ്പോൾ നമ്മുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും കുടിവെള്ളവും വൈദ്യുതിയും കൃഷിഭൂമിയും കുറച്ചെങ്കിലും ബാക്കി വയ്ക്കണ്ടേ? നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇനി മുതൽ വളരെ കരുതലോടുകൂടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം. സോഷ്യൽ മീഡിയ ഉപയോഗം നമ്മെ ഇരുട്ടിലേക്ക് നയിക്കുമോ? സംസ്ഥാന ദുരന്ത നിവാരണ കേന്ദ്രം മുൻ മേധാവി ഡോക്ടർ താര KG നടത്തിയ പ്രഭാഷണമാണ് കേട്ടത്. ശാസ്ത്രലോകം സമാപിക്കുന്നു.